ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കറിവേപ്പിലയെക്കുറിച്ച് കുറച്ചൊന്ന് അറിഞ്ഞാലോ. അപ്പം നമുക്ക് എല്ലാവർക്കും കറിവേപ്പില എല്ലാ വീടുകളിലും വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പക്ഷേ എല്ലാവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം നമ്മൾ പിടിപ്പിച്ച് എത്രമാത്രം നോക്കിക്കഴിഞ്ഞാലും കറിവേപ്പില മാത്രം പിടിക്കത്തില്ല. കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അതിന് ഇലമുരടിപ്പ്, കീടങ്ങൾ വരും, ആ ലീഫിലൊക്കെ മുഴുവൻ ഇങ്ങനെ കറുത്തൊരു കുത്തുകൾ വരും, അങ്ങനെയൊക്കെ വരും കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു 5-8 വർഷമായിട്ട് വെച്ചൊരു കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പിലയുടെ മരമാണ്. ഇതിപ്പോൾ മഴയായത് കാരണം ടെറസിൻ്റെ മുകളിലിരിക്കണ കാരണം ഇപ്പോൾ കയറാൻ പറ്റിയിട്ടില്ല. അത് കാരണം കുറേ പുല്ലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. നമുക്കത് ബക്കറ്റൊക്കെ കണ്ടു, ബക്കൊക്കെ പൊട്ടി. കാരണം ഇത് വെയിലത്തൊക്കെ ഇരിക്കണേണ്. കറിവേപ്പില എപ്പോഴും നമ്മൾ നല്ല വെയിൽ കൊള്ളുന്ന ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ പിടിക്കും. പക്ഷേ എൻ്റെ കറിവേപ്പില ഇങ്ങനെ മുരടിച്ച് തന്നെ നിൽക്കണമായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ എപ്പോഴും ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കും. കറിവേപ്പിലൊക്കെ മെയിനായിട്ട് വേണ്ടത് പ്രൂണിങ് ആണ് കേട്ടോ. അതിൻ്റെ തണ്ടൊക്കെ നമ്മൾ വെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ കുറേ ശിഖരങ്ങളൊക്കെ വരും കേട്ടോ. ഇത് ഞാൻ വെട്ടിക്കൊടുത്തതിന് ശേഷം വന്നതാണ്. പിന്നെ ഇതിന് എൻ്റെ ഇലക്ക് മുഴുവനും ഇലമുരടിപ്പായിരുന്നു. അതിനുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാമേ. നമുക്ക് കഞ്ഞിവെള്ളമില്ലേ, കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിലേക്ക് പുളിച്ച കഞ്ഞിവെള്ളം ആയിരിക്കണേ, അതിലേക്ക് ഒരു നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് അരിച്ചെടുത്ത് അത് ഇതിലേക്ക് സ്പ്രേ ചെയ്തും അതിൻ്റെ ആ ചോട്ടിലേക്ക് വേരിലോട്ട് പോകുന്ന വിധത്തിൽ നമുക്ക് ഒഴിച്ചും കൊടുക്കാം കേട്ടോ. മഴയത്തൊക്കെ പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിക്കും ആ വളം മൊത്തം അങ്ങോട്ട് മഴയത്ത് ഒലിച്ചെപ്പോഴും മഴ കൊള്ളണേളോ ഒലിച്ചു പോകും. എന്നാലും നമുക്ക് സ്പ്രേ ചെയ്തൊക്കെ കുറച്ച് നിർത്താം. അങ്ങനെ ചെയ്തതിന് ശേഷമാണ് എൻ്റെ ഈ കറിവേപ്പിലയ്ക്ക് ഇപ്പോൾ ഈ വന്ന ലീവ്സൊക്കെ കണ്ടു, നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫ് തന്നെ. എൻ്റെ താഴെയുള്ള ലീഫൊക്കെ കണ്ടു ഇങ്ങനെ ഉറങ്ങിയ പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കണേന്. പക്ഷേ ഈ ലീഫൊക്കെ നല്ല ഇതായിട്ട് വന്നു. ഞാൻ ആ വളപ്രയോഗം ചെയ്തതിന് ശേഷമാണ് എനിക്കിപ്പോൾ ഇതുപോലെ നല്ല ഇതായിട്ട് കറിവേപ്പില കിട്ടിയത് കേട്ടോ. പിന്നെ ചിത്രശലഭത്തിൻ്റെ മുട്ട അത് വിരിഞ്ഞ് പുഴുവായി കഴിയുമ്പോൾ അത് വന്നിട്ട് ഇത് മൊത്തം ഇങ്ങനെ തിന്നും. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇലക്ക് വരുന്ന കറുത്ത കുത്തുകൾ അതൊക്കെ മാറാൻ വേണ്ടി കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് അതിലേക്ക് നമുക്ക് ചാരം മിക്സ് ചെയ്യും. ചാരവും കഞ്ഞിവെള്ളമൊക്കെ നല്ലൊരു നാച്ചുറൽ പെസ്റ്റിസൈഡാണ് കേട്ടോ. പിന്നെ നമുക്ക് ആ വെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് 1 മണിക്കൂർ 2 മണിക്കൂർ വെച്ചേക്കണേ. അതിന് ശേഷം നമുക്കതെടുത്ത് അരിച്ചതിന് ശേഷം ഒരു കുപ്പിയിലാക്കിയിട്ട് ഇതിൻ്റെ ലീവ്സിലൊക്കെ മൊത്തം ഒന്ന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. നാരങ്ങയാണ് ഏറ്റവും നല്ലത്. നമ്മുടെ വേപ്പില നല്ലതുപോലെ തഴച്ച് വളരും. അതിൻ്റെ ആ കീടങ്ങളൊക്കെ പോയാൽ തന്നെ വേപ്പില നല്ലോണം പിടിക്കുമല്ലോ. നമുക്ക് ചട്ടിയിൽ വരെ നമുക്ക് വേപ്പില നടാം കേട്ടോ. ഏറ്റവും കൂടുതൽ പ്രശ്നം വേപ്പിലയുടെ ഇലമുരടിപ്പാണിത്. കണ്ടില്ലേ, ഞങ്ങളുടെ ഇന്നത്തെ താഴെയൊക്കെ കണ്ടു ഉറങ്ങിയ പോലെ നിൽക്കുന്നുണ്ട്. വേപ്പില തന്നെ പലതരത്തിലുള്ള വേപ്പിലകളുണ്ട് കേട്ടോ. ചില വേപ്പിലക്ക് നല്ല സ്മെല്ലാണ്. ഞങ്ങളുടെ വേപ്പിലക്ക് നല്ല സ്മെല്ലുള്ള വേപ്പിലാണ്. ലീവ്സ് ആണെങ്കിലും ഒരു പ്രത്യേകതയുണ്ട്, കുറച്ച് നീളനായിട്ടുള്ള ലീഫാണ്. പലതരത്തിലുള്ള ലീവ്സിൻ്റെ വേപ്പിലകളൊക്കെ ഉണ്ട്. ചിലത് നല്ല വലുതായിട്ട് നിൽക്കും. ഇതിപ്പോൾ ചെറുതായിട്ടുള്ള കുറേ കൂമ്പുകൾ വന്നിട്ടുണ്ട്. കാരണം ഞാൻ ഇതിനൊക്കെ ഇങ്ങനെ ഒടിച്ചൊടിച്ചൊടിച്ച് കളയോട്ടോ. ഈ പുഴുക്കളും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ കറുത്ത കുത്തുകൾ വന്ന തണ്ട് വെച്ച് ഞാനിങ്ങനെ ഒടിച്ച് കളയും. പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതാണ് വേപ്പിലയ്ക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ അത് ഇതുപോലെ വരും. പിന്നെ ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ വേപ്പിലയുടെ താഴേന്ന് ഇങ്ങനെ മുളച്ച് വരില്ല. നമ്മൾ മണ്ണിൽ തന്നെ നടണമെങ്കിൽ താഴേന്നൊക്കെ കുറേ കുഞ്ഞു കുഞ്ഞു തൈകൾ മുളച്ച് വരണം കണ്ടിട്ടില്ലേ. പക്ഷേ ഇതിലങ്ങനെ വരത്തില്ല കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ നിൽക്കുമ്പോൾ ഒരു 8 വർഷമായിട്ട് നിൽക്കുന്ന വേപ്പിലയാണ്. നമ്മുടെ കറിക്ക് നമ്മുടെ അടുക്കളയിലുള്ള ആവശ്യത്തിന് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ വേപ്പിലയൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ എടുക്കാമല്ലോ. അപ്പോൾ ഇതുപോലെ പിന്നെ നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. മണ്ണൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.